മലയാളത്തിൽ യൂട്യൂബ് സീരീസുകളിലൂടെ വിപ്ലവം സൃഷ്ടിച്ച കരിക്ക്, ഒരു പറ്റം സമാനതകളില്ലാത്ത കലാകാരന്മാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന കരിക്ക്, കാഴ്ചയിലും കാഴ്ചപ്പാടിലും വ്യത്യസ്തരായിരുന്ന കരിക്ക്, എത്ര തന്നെ വൈകിയെത്തിയാലും കാണാൻ മില്യൺ പ്രേക്ഷകരുള്ള കരിക്ക്. കരിക്കൊക്കെ കൊട്ടത്തേങ്ങയായി, സിനിമ വന്നാൽ ഉറപ്പായും പൊട്ടും, പരസ്യം കാണാൻ താല്പര്യമില്ല, കരാർ വെച്ച് പിള്ളേരുടെ ഭാവി കൂടി കളഞ്ഞു തുടങ്ങിയുള്ള പഴികേൽക്കലുകൾക്ക് ഇടയിലൂടെയാണ് കരിക്ക് അവരുടെ വലിയ സ്വപ്നങ്ങളിലൊന്നായ സിനിമ ഇറക്കേണ്ടി വരുന്നത്. സിനിമ തുടങ്ങുന്നുവെന്ന അറിയിപ്പിന് ചുവടെയുള്ള ഇത്തരം പരിഹാസങ്ങൾ സിനിമയുടെ ഓരോ ഘട്ടത്തിലും അവർ നേരിടേണ്ടി വരുമെന്നത് ഉറപ്പാണ്. താരതമ്യപ്പെടുത്തലുകൾ അസ്ഥാനത്താണെന്ന് അറിയാമെങ്കിലും ബിഗ് സ്ക്രീനിലേക്ക് ചുവടുവെക്കുന്ന കരിക്കിന് ഹാഷിറെ ടീമിന് കിട്ടിയ പരിഗണന കിട്ടാതെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇത്തരം വിമർശനങ്ങൾ കൊണ്ട് പൊള്ളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണമുണ്ട്. കരിക്കും പ്രേക്ഷകരും തമ്മിൽ പറയാതെ പറഞ്ഞ ഒരു കരാറുണ്ട്. ബെസ്റ്റ് തരുമെന്ന ഒരു വാഗ്ദാനമുണ്ട്. അത് ലംഘിക്കപ്പെടുന്നെന്ന് തോന്നിയപ്പോഴാണ് ചോദ്യങ്ങൾ ഉയരുന്നത്. 7 വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോവിഡ് കാലത്ത് ഡിജിറ്റൽ സ്പേസിൽ പതിവില്ലാത്തൊരു കളി തുടങ്ങിയ ആളെ കൂട്ടിയ ചരിത്രമാണ് കരിക്കെന്ന ഫ്രാഞ്ചൈസിക്കുള്ളത്. കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി വേണ്ടെന്ന് വെച്ച് സ്വന്തം ബാങ്ക് ബാലൻസിൽ നിന്ന് സ്റ്റാർട്ടപ്പ് തുടങ്ങിയ സിനിമാ മോഹിയല്ലാത്ത നിഖിൽ പ്രസാദ് എന്ന ചെറുപ്പക്കാരന് ഉള്ളിൽ തോന്നിയ ഒരാശയം. എന്തുകൊണ്ട് മലയാളത്തിൻ്റെ ഡിജിറ്റൽ സ്പേസിനെ ഒറിജിനൽ കണ്ടന്റുകൾ കൊടുത്തുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൂടാ? ഈ ആലോചന ചെന്ന് നിന്നത് ഒരു ഫേസ്ബുക്ക് പേജിലാണ്. പിന്നീട് അഭിനയ മോഹികളായ ചില ചെറുപ്പക്കാരിലേക്കും എത്തി. കാശിറക്കാൻ അധികമില്ല, പണി നടക്കുകയും വേണം. നിഖിൽ സ്വന്തമായി എഡിറ്റിങ്ങും ക്യാമറയും പഠിക്കാമെന്ന് തീരുമാനിക്കുന്നു. ആദ്യമായി ചെയ്യുന്നത് 2018 ഫിഫ വേൾഡ് കപ്പ് സീരീസ് മിനിറ്റുകൾ മാത്രം നീണ്ട വളരെ ചെറിയ 6 എപ്പിസോഡുകളിലൂടെ. പക്ഷേ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കഥാപാത്രങ്ങൾക്ക് ഒരു ആരാധക കൂട്ടം തന്നെ ഉണ്ടായി. പരിപാടിയുമായി മുന്നോട്ട് പോകാൻ നിഖിലിനും ടീമിനും അതൊരു ഗ്രീൻ സിഗ്നൽ തന്നെയായിരുന്നു. അവിടുന്ന് അങ്ങോട്ട് കരിക്ക് ലോഗോ റീബ്രാൻഡിങ് മുതൽ പോളിഷ്ഡായി വന്ന കരിക്ക് മലയാളത്തിൻ്റെ വെബ് സീരീസ് ലോകത്തെ കുത്തക മുതലാളിയായി മാറി. കോമ്പറ്റീറ്റേഴ്സ് ഇല്ല, പരാതികളില്ല, അനുമോദനങ്ങളും ആശംസകളും മാത്രമായ വളർച്ച. ആ വളർച്ചയിലാണ് ഏത് ഘട്ടത്തിലും എന്തിട്ടാലും ആളുകൂടുമെന്ന ഡിജിറ്റൽ ലോകത്ത് തന്നെ വളരെ ചുരുക്കം കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് മാത്രം അവകാശപ്പെടാനാവുന്ന നേട്ടം കരിക്ക് സ്വന്തമാക്കിയത്. മറ്റെല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും പോലെ സിനിമ എന്ന അന്തിമ ലക്ഷ്യം മാത്രമായിരുന്നില്ല കരിക്ക് എന്ന ബ്രാൻഡുമായി വരുമ്പോൾ നിഖിൽ പ്രസാദിനുണ്ടായിരുന്നത്. പകരം ഡിജിറ്റലിൽ തന്നെ വളരുക, ബ്രാൻഡ് ആവുക എന്നതായിരുന്നു പ്രൈമറി ലക്ഷ്യം. സിനിമ എന്നത് അതിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് പലപ്പോഴായി അവരെ സമീപിച്ച സിനിമാ നിർമ്മാതാക്കളെ നിരാശരാക്കി അവർ തിരിച്ചയച്ചതും. തേരാപ്പാര പോലുള്ള കോമഡി സ്കെച്ചുകളും വെബ് സീരീസുകളും ഉൾക്കൊള്ളിച്ച കരിക്ക് എന്ന പ്രധാന യൂട്യൂബ് ചാനൽ, വിവിധ വിഭാഗങ്ങളിലുള്ള വെബ് സീരീസുകൾക്കായി കരിക്ക് ഫ്ലിക്ക് എന്നൊരു പ്ലാറ്റ്ഫോം, ഇൻഡി മ്യൂസിക്കിന് പ്രാധാന്യം കൊടുക്കുന്ന ട്യൂൺഡ് എന്നൊരു പ്ലാറ്റ്ഫോം, പരസ്യം, ബ്രാൻഡിംഗ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഒക്കെ പരിചയപ്പെടുത്തുന്ന കൈകാര്യം ചെയ്യുന്ന ഫ്യൂസ്, പതിവ് വാർത്താ രീതികളെ പൊളിക്കുക എന്ന ഉദ്ദേശത്തോടെ സീറോ എന്നൊരു ന്യൂസ് പ്ലാറ്റ്ഫോം, അങ്ങനെ പല വിഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്ന കരിക്ക് കോൺസെപ്റ്റ് ഏറെ പ്രതീക്ഷ നൽകുന്ന ആശയങ്ങളായിരുന്നു. പക്ഷേ ഒരു പോയിന്റിൽ കരിക്ക് തുടങ്ങി വെച്ചതെല്ലാം പാതി വഴിയിൽ നിർത്തിപ്പോകുന്നതാണ് നമ്മൾ കണ്ടത്. 74,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി നിന്ന കരിക്ക് സീറോ എന്ന വാർത്താ പേജ് 3 വർഷം മുൻപ് പൂർണ്ണമായും പൂട്ടിക്കെട്ടി. ഇൻഫ്ലുവൻസർ മാർക്കറ്റിങ്ങിനും പരസ്യത്തിനും വേണ്ടി തുടങ്ങിയ ഫ്യൂസ് എവിടെയും പേര് കേൾക്കാതെ പോയി. ആകെ കാണുന്ന യൂട്യൂബ് പേജിൽ വെറും 7 വീഡിയോയും 250 സബ്സ്ക്രൈബേഴ്സ് മാത്രമാണ്. ഒരുപക്ഷെ പുറമെ കാണാതിരിക്കും വിധം ലാഭം ഫ്യൂസ് പരസ്യമേഖലയിൽ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടാകാം. വെബ് സീരീസുകൾക്ക് മാത്രമായി തുടങ്ങിയ കരിക്ക് ഫ്ലിക്ക് ഒരു സമയം നല്ല രീതിയിൽ ഉയർന്നു വന്നെങ്കിലും ഇന്റർവ്യൂസും നരേറ്റീവുകളും സീരീസുകളും ഉൾപ്പെടെ പല വക കണ്ടന്റുകൾ കൊണ്ട് ഒരു യുണീക്ക് ഐഡന്റിറ്റി സൃഷ്ടിക്കാനാവാതെ പ്രതിസന്ധിയിലായെന്നൊരു തോന്നലാണ് ഉണ്ടാക്കുന്നത്. തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ 7.5 ലക്ഷം സബ്സ്ക്രൈബേഴ്സുമായി ടോപ്പിൽ നിൽക്കുന്നത് മ്യൂസിക് പ്ലാറ്റ്ഫോമായ ട്യൂൺഡ് ആണ്. ഇൻഡി മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്ത നല്ല വർക്കുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഇടമായി ട്യൂൺഡ് ഇപ്പോൾ നിലനിൽക്കുന്നു. കരിക്ക് മെയിൻ ചാനലിലേക്ക് വന്നാൽ സ്റ്റാർട്ടപ്പ് തുടങ്ങി സക്സസ് സിഗ്നൽ കിട്ടിയ ആദ്യ പോയിന്റിൽ അവർ സെറ്റ് ചെയ്തിരുന്ന ഒരു ടാർഗറ്റ് ഉണ്ട്, 10 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന ലക്ഷ്യം. അതിനടുത്തെത്തി നിൽക്കുകയാണിപ്പോൾ. അതൊരു വിജയം തന്നെയാണ്. വെറും 191 വീഡിയോകൾ കൊണ്ട് 9.97 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്ന വമ്പൻ നേട്ടം. കരിക്ക് നേടിയെടുത്ത ഈ 10 മില്യൺ അടുത്തുള്ള കാഴ്ചക്കാരാണ് അവരുടെ കരുത്ത്. ഇന്നിപ്പോൾ ഏത് കണ്ടന്റ് ഇട്ടാലും ഇവർ വരും, കാണും, കുറ്റവും കുറവും ഒക്കെ തിരിച്ചറിഞ്ഞ് പറഞ്ഞു കൊടുക്കും, വിമർശിക്കും. യഥാർത്ഥത്തിൽ ഫീഡ്ബാക്ക് ഡ്രിവൺ വളർച്ചയാണ് കരിക്ക് ഇതുവരെ സാധ്യമാക്കിയിട്ടുള്ളത്. ഒടുവിൽ കരിക്കിൻ്റെതായി പുറത്തു വന്ന ജയിൽ ചില്ല് കണ്ട് വിമർശനങ്ങളുടെ പെരുമഴയായിരുന്നു. സിനിമ എന്ന വലിയ പ്ലാൻ ഉള്ളിലുള്ളത് കൊണ്ടോ സിനിമയിലേക്കുള്ള ഒരു ട്രയൽ റൺ എന്ന രീതിക്കോ പ്രൊഡക്ഷനിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പുറത്തു വന്ന ജയിൽ ചില്ലിലെ സ്ക്രിപ്റ്റും കോമഡിയും മെജോറിറ്റി പ്രേക്ഷകർക്കും വർക്കായില്ല. കരിക്ക് നിരാശ സമ്മാനിച്ച ചില വർക്കുകൾ മുൻപ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇത് വളരെ മോശമാണെന്ന് കണ്ടവർ വിധി എഴുതി. കാലം മാറിയതറിയാത്ത തമാശകളെന്ന് പരിഹസിക്കപ്പെട്ടു.
കാര്യങ്ങൾ പണ്ടത്തേതുപോലല്ല, കോമ്പറ്റീറ്റേഴ്സ് ഒരുപാട് ചുറ്റുമുണ്ടെന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ മൊത്തത്തിൽ കയ്യിന്ന് പോയെന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴുള്ള സിനിമാ പ്രഖ്യാപനത്തിന് മറിച്ചൊരു റിസപ്ഷൻ പ്രതീക്ഷിക്കേണ്ടതില്ലല്ലോ. ഒപ്പം എഗ്രിമെൻ്റ് വെച്ച് പിള്ളേരുടെ ഭാവി നശിപ്പിച്ചെന്ന പഴി കൂടി നിഖിൽ കേൾക്കേണ്ടി വരുന്നു. ശരിയാണ്, എഡിറ്ററായി വന്ന് നടനായും മികച്ചു നിന്ന ആനന്ദ്, ഇഷ്ടനടൻ അനൂകെ അനിയൻ, ലോലൻ എന്ന ശബരീഷ്, അർജുൻ, കിരൺ തുടങ്ങി ടീമിൽ ജോയിൻ ചെയ്തവരോട് മറ്റ് ഓഫറുകളിൽ പോയി തല വെക്കില്ല എന്ന കരാർ ഒപ്പിട്ട് വാങ്ങിയിരുന്നതായാണ് പറയപ്പെടുന്നത്. പക്ഷേ ആരെയും പിടിച്ചു നിർത്തിയിട്ടില്ലെന്നും തീരുമാനം അവർക്കെടുക്കാമെന്നും നിഖിൽ മുൻപ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്തായാലും കരിക്കിൻ്റെ സ്വാർത്ഥ വളർച്ചയിൽ 7 വർഷം നഷ്ടപ്പെടുത്തിയവർ തന്നെയാണ് ഈ കലാകാരന്മാരെന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. തേരാപാരയിലൂടെ ജനപ്രിയനായ ലോലനും കലക്കാച്ചിയിലൂടെ ശ്രദ്ധേയനായ ജോർജും, അനൂകേനയും തന്നെ ചെയ്തു വെച്ചിട്ടുള്ള സൈക്കോ ഫ്രണ്ടും, വെറുപ്പിക്കൽ അപ്പാപ്പനും, +2 സീരീസിലെ ഉണ്ണിയും, അറേഞ്ച്മെൻറ്റ് കല്യാണത്തിലെ അതിഥിത്തൊഴിലാളി ബാബുവും എല്ലാം യൂട്യൂബിനപ്പുറത്തെ വലിയ സ്ക്രീനിലെത്താത്തതിൽ ശ്വാസം മുട്ടൽ ഒരു പക്ഷേ അവരെയൊക്കെ അനുഭവിച്ചിട്ടുള്ളത് അവരുടെ അഭിനയം ഇഷ്ടപ്പെട്ട പ്രേക്ഷകർക്കായിരിക്കും. കലക്കാച്ചി ഇറങ്ങിയതിന് പിന്നാലെ ഇപ്പോൾ ബിഗ് സ്ക്രീനിൽ അയാളെ അടയാളപ്പെടുത്തിയില്ലെങ്കിൽ നഷ്ടം അയാൾക്ക് മാത്രമല്ല മലയാള സിനിമയ്ക്ക് കൂടിയാണ് എന്ന് തിലകൻ്റെ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പോലും ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നു. വർഷം 4 കഴിയുമ്പോഴാണ് ഇപ്പോൾ സിനിമ വരുന്നത്. എപ്പോഴെങ്കിലും ഒരു സിനിമ സംഭവിച്ചാൽ അത് കരിക്ക് പ്രൊഡക്ഷൻസ് എന്ന ലേബലിലായിരിക്കുമെന്ന ദൃഢനിശ്ചയത്തിൽ കരിക്ക് പ്രൊഡക്ഷൻസിൽ നിന്ന് ഒരു വളം. നിഖിൽ പ്രസാദ് മുൻപ് സൂചിപ്പിച്ചിരുന്നത് പോലെ തന്നെയാണ് കാര്യങ്ങളെങ്കിൽ വമ്പൻ തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിക്കാൻ പോന്ന സെയിം യൂണിവേഴ്സിൽ നിന്നുകൊണ്ട് മാസ് ക്യാരക്ടർ അപ്പീലോടുകൂടി ത്രില്ലർ മൂഡിലൊരുങ്ങുന്ന കരിക്ക് കച്ചകെട്ടി ഇറങ്ങുന്ന പടം. അവർ പണി തുടങ്ങിക്കഴിഞ്ഞു. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പരിഹാസങ്ങൾക്ക് നല്ല ചൂടും പൊള്ളലുമുണ്ട്. അതവർക്ക് അവരെ തന്നെ മിനുക്കാനും പാകപ്പെടുത്താനുമുള്ള തീച്ചൂളയാണ്. എന്നും പ്രേക്ഷകർ പറഞ്ഞതാണ് അവർ കേട്ടത്. നമുക്ക് വേണ്ടിയാണ് അവർ തിരുത്തിയത്. കോവിഡിലും ലോക്ക്ഡൗണിലും അവരാണ് നമ്മുടെ ഏകാന്തത നശിപ്പിച്ചത്. നമ്മളെ എൻ്റർടൈൻ ചെയ്യാനാണ് അവർ ബിഗ് സ്ക്രീനിലേക്ക് എത്തുന്നത്. പ്രതീക്ഷ ഏറെയാണ്. കരിക്കിനായില്ലെങ്കിൽ പിന്നെ ആർക്ക്?